മാറ്റം തുടങ്ങാം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, നാടിന്റെ ആവശ്യമാണ്. വരാൻ പോകുന്ന 23 ദിവസം ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അതിന് പരിഹരിക്കാൻ ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. ഈ വരാൻ പോകുന്ന 23 ദിവസം അവർ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എത്രയോ കാര്യങ്ങൾ അവർ ശ്രമിക്കും. അത് അവരുടെ ഒരു രീതിയാണ്. കഴിഞ്ഞ എത്ര കൊല്ലമായി ചെയ്യുന്നതാണ്, ഇനിയും ചെയ്യും. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. BJP സംസ്ഥാന അധ്യക്ഷൻ ഇതിനു മുൻപും പറഞ്ഞിരുന്നു BJP വളരെ വലിയ വിസ്മയം കേരളത്തിൽ സൃഷ്ടിക്കും എന്ന്, വരും ദിവസങ്ങളിലും അതും ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ നിരവധി പേർ BJPയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് KPCC സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ നിലവിലിപ്പോൾ BJP സംസ്ഥാന ഓഫീസിലെത്തി BJP അംഗത്വം സ്വീകരിക്കുകയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു, കേരളത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഏപ്രിൽ 9-ാം തീയതിയാണ് അവർ പ്രഖ്യാപിച്ചു. ഇന്നലെ ഈ അടുത്ത 23 ദിവസം BJP NDA കാണുന്നത് വലിയൊരു മാറ്റത്തിന്റെ ദിനങ്ങളാണ്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന കാഴ്ചപ്പാടും അതിന്റെ ഒപ്പം ഒരു പുതിയ ഭരണം കൊണ്ടുവരാൻ ഞങ്ങളുടെ താല്പര്യവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആദ്യം മുതൽ വെക്കാൻ തുടങ്ങി. ഇനി അത് അടുത്ത 23 ദിവസം കൃത്യമായി ഞങ്ങൾ അത് അവതരിപ്പിക്കും, സൂചിപ്പിക്കും. ഇതില് ഒരു സംശയവുമില്ല, ഈ മാറ്റം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മാറ്റം തുടങ്ങാം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, നാടിന്റെ ആവശ്യമാണ്. നാടിനെ നന്നാക്കാനും നാട്ടുകാരെ നന്നാക്കാനും ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനും വിവാദ രാഷ്ട്രീയങ്ങളെല്ലാം മറച്ചു വെച്ച് ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് നാടിന്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകാനാണ് BJP NDA ലക്ഷ്യം. അപ്പോൾ വരാൻ പോകുന്ന 23 ദിവസം ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അതിന് പരിഹരിക്കാൻ ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾ വിവാദത്തിൽ ഇറങ്ങാനോ കയറാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിൻ ആയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതാണ് ജനങ്ങളുടെ ആവശ്യം. ഞാൻ മാധ്യമ സുഹൃത്തു വഴി എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം എത്ര കൊല്ലമായി ഭരിച്ചു, ജനങ്ങൾ അവസരം കൊടുത്തു. എനിക്കൊരു സംശയവുമില്ല, ഈ വരാൻ പോകുന്ന 23 ദിവസം അവർ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എത്രയോ കാര്യങ്ങൾ അവർ ശ്രമിക്കും. അത് അവരുടെ ഒരു രീതിയാണ്. കഴിഞ്ഞ എത്ര കൊല്ലമായി ചെയ്യുന്നതാണ്, ഇനിയും ചെയ്യും. ഞാൻ ജനങ്ങളോട് പാർട്ടിന്റെ പേരിലും മുന്നണിന്റെ പേരിലും അഭ്യർത്ഥിക്കുന്നത്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിന്റെ ഭാവിയും നമ്മുടെ പുതിയ തലമുറ കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ഇവരുടെ ശ്രദ്ധ തിരിക്കാൻ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അത് പെടരുത്, അത് ഇഗ്നോർ ചെയ്യണം. വികസനത്തിന് കുറിച്ച് മാത്രം ആണ് ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഇന്നും CPM-നോടും കോൺഗ്രസിനോടും വെല്ലുവിളിയായിട്ടല്ല, എന്റെ ഒരു അഭ്യർത്ഥന, എന്റെ ഒരു ഇൻവിറ്റേഷൻ, നാടിനെ നന്നാക്കാൻ നിങ്ങൾ വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറങ്ങണം. നാടിന്റെ ഭാവി
ദിശയും ദശയും എന്താവണം എന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. ഞാനൊരു ഓപ്പൺ ഇൻവിറ്റേഷനായി തരാം, വെല്ലുവിളിയല്ല. ഈ 23 ദിവസം നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾക്ക് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ നാടിന്റെ വേണ്ടി ഒരു റെസ്പോൺസിബിലിറ്റി, നാട്ടുകാർക്ക് വേണ്ടി റെസ്പോൺസിബിലിറ്റി മനസ്സിൽ വെച്ച് ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ, വികസനത്തിന്റെ ക്യാമ്പയിൻ, നാടിന്റെ ഭാവിന്റെ ക്യാമ്പയിൻ ആക്കി മാറ്റണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് ഏറെ വ്യക്തതയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളിത് മാറ്റത്തിന്റെ ഇലക്ഷനായിട്ട് കാണുന്നു. ഇതുവരെ നടന്ന വിഭജന രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, വികസനമില്ലായ്മ തരുന്ന രാഷ്ട്രീയം, തൊഴിലില്ലായ്മയുടെ രാഷ്ട്രീയം, വിലക്കയറ്റുന്ന രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയം, ഇതെല്ലാം മാറ്റി ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും ഞങ്ങളുടെ കംപ്ലീറ്റ് ലക്ഷ്യവും ഞങ്ങളുടെ ദൗത്യവും. എന്തായാലും CPM നേതാക്കളും അതുകൂടാതെ KPCC സെക്രട്ടറി ആയിരുന്ന തൊടിയൂർ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ നേതാക്കളാണ് ഇന്ന് BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ BJPയിലേക്ക് നിരവധി നേതാക്കൾ അംഗത്വം എടുക്കുമെന്നുള്ള സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.